ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 1 സെബി പുതിയൊരു സർക്കുലാർ കൊണ്ടുവന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു സർക്കുലാറിൽ മേജറായിട്ട് ഒരു 6 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 5ാമത്തെ കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ വ്യൂ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ വ്യൂ എന്താണ്, ആൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ ഏതൊക്കെ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5ാമത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് സർക്കുലർ. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഷണലൈസേഷൻ ഓഫ് വീക്ക്ലി ഇൻഡെക്സ് ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ്. അതായത് ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിൽ ഒരു എക്സ്പയറി മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മേജറായിട്ട് 2 ഇൻഡെക്സുകളുണ്ട്. BSE ഉണ്ട്, ദെൻ NSE ഉണ്ട്. അപ്പോൾ BXCയിൽ ഇപ്പം എന്താണ് 2 എക്സ്പയറി ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട്. ഒന്ന് ബാങ്ക് എക്സ് ഉണ്ട്, പിന്നെ ഒന്ന് സെൻസെക്സ് ഉണ്ട്. ദെൻ NSEയുടെ കാര്യം നോക്കുവാണെങ്കിൽ മിഡ് ക്യാപ്പ് വീക്കിലി എക്സ്പയറി ഉണ്ട്, ഫിൻ നിഫ്റ്റി വീക്കിലി എക്സ്പയറി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഉണ്ട്, ദെൻ നിഫ്റ്റി എക്സ്പയറി ഉണ്ട്. അപ്പം ഇത് ഇത്രയും വീക്കിലി എക്സ്പയറി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് വീക്കിലി 1 മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്കിലി ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് വുഡ് ഓൺലി ബി അവൈലബിൾ ഓൺ 1 ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. സോ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഊഹിക്കാം BSEയിൽ വരാനുള്ളത് സെൻസെക്സും, ദെൻ NSEയിൽ വരാനുള്ളത് നിഫ്റ്റി ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് ഓൾസോ ഒരു റൂമർ ഉണ്ട്, ഏത് ഇൻഡെക്സിലാണോ വെക്കേണ്ടത് വീക്കിലി ഒക്കെ വെക്കേണ്ടത് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു NSEയിലെ നിഫ്റ്റി തന്നെ ആയിരിക്കും വരാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഒരു ഇഷ്യൂ നമുക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിനെ പറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം നടക്കുന്ന അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സെല്ലർ ഉണ്ട്, ഓപ്ഷൻ ബയർ ഉണ്ട്, ദെൻ സ്കാൾപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ദെൻ ഓപ്ഷൻ സെല്ല് ചെയ്ത് ഒരുപാട് സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ദെൻ ആൽഗോ ബേസ്ഡ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അവരൊക്കെ ഈ ഒരു വീക്കിലിയിൽ എക്സ്പയറി ഉള്ളത് കൊണ്ട് തന്നെ വീക്കിലിയിൽ അധികം പൊസിഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അപ്പം ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് തന്നെ, ഇപ്പം നിഫ്റ്റിയിലും നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബട്ട് നിഫ്റ്റിനെക്കാട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ ആൾക്കാരും ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ബാങ്ക് നിഫ്റ്റി വീക്കിലി എക്സ്പയറി മാറ്റി അത് മന്ത്ലി വരുന്ന സമയത്ത് ഒരുപാട് മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇപ്പം നിലവിൽ ബാങ്ക് നിഫ്റ്റി വീക്കിലി എക്സ്പയറി ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം വോളാറ്റിലിറ്റി ഉണ്ട്. ഒരു മീഡിയം ടു ഹൈ വോളാറ്റിലിറ്റി എപ്പോഴും ബാങ്ക് നിഫ്റ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റിൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. പല പ്രൊഫഷണൽ ട്രേഡേഴ്സിന് വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് പോലെയാണ്. വോളാറ്റിലിറ്റി ഇല്ലെങ്കിൽ പല ആൾക്കാരും ട്രേഡേ എടുക്കാറില്ല. ഓക്കെ, അപ്പം ഈ ഒരു വീക്കിലി എക്സ്പയറി മാറ്റി മന്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യമാണ്, വോളാറ്റിലിറ്റിയിൽ ഒരു ഡിക്രീസ് ഉണ്ടാവും. വോളാറ്റിലിറ്റി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? വോളാറ്റിലിറ്റിയാണ്, ലിക്വിഡിറ്റി അല്ല, വോളാറ്റിലിറ്റി. കാരണം എന്താണ്? നമ്മളിപ്പോൾ വീക്കിലി എക്സ്പയറിയിൽ ഒരു മിനിറ്റ്, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ വോളാറ്റിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്കിലിയിൽ ട്രേഡ് എക്സ്പയറി വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ട്രേഡിങ് ആക്ടിവിറ്റീസ് അവിടെ നടക്കും. ഒരുപാട് പുതിയ പൊസിഷൻസ് വരും, പഴയ പൊസിഷൻസ് ക്ലോസ് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് ട്രേഡിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു സമയത്ത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോഴും ഹൈ വോളാറ്റിലിറ്റി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അത് പെട്ടെന്ന് മാറി വീക്കിലോട്ട് വരുന്ന സമയത്ത് ട്രേഡിങ് പാർട്ടിസിപ്പൻ്റ് അവിടെ കുറയാനുള്ള സാധ്യതയും വോളാറ്റിലിറ്റി കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ ഓപ്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് മീൻസ് നമുക്ക് പറയുകയാണെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഒരുപാടുണ്ട് അല്ലേ. സ്ട്രാഡിലുണ്ട്, സ്ട്രാങ്കിൾ, അയൺ കോണ്ടർ, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതിലും കൂടുതലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും കൂടുതലും ഓർഡേഴ്സ് വരുന്നത് ആൽഗോ ബേസ്ഡ് ആണ്, റൈറ്റ്. കാരണം അവർക്കറിയാം വീക്കിലി എക്സ്പയറിയിൽ ഔട്ട് ഓഫ് ദ മണി കോൺട്രാക്ട്സ് ഒക്കെ 0 ആയി പോകും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഈ ഒരു ഓപ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഒരു ദിവസം അതായത് വീക്കിലി മാറ്റിയിട്ട് മന്തിലോട്ട് വരുന്ന സമയത്ത് അവരുടെ സിസ്റ്റം ആകെപ്പാടെ ചേഞ്ചാണ് ചെയ്യുന്നത്. അപ്പം പല രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വരും. ആൻഡ് അതും മാർക്കറ്റിനെ റിയാക്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഒരു കാര്യമാണ്. ഒരു ലിക്വിഡിറ്റിയിൽ ഒരു മേ ബി ഒരു ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ലിക്വിഡിറ്റി
റൈറ്റ്. സോ ലിക്വിഡിറ്റി മീൻസ് ഇപ്പം അറിയാം വീക്കിലിയിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, റൈറ്റ്, ഒരുപാട് ട്രേഡിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളിപ്പം ഒരു ബൈ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വാണ്ടിറ്റി ബൈ ചെയ്യാനും അതുപോലെ മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്യാനും പറ്റും. അവിടെ പ്രത്യേകിച്ച് സ്ലിപ്പേജോ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പെട്ടെന്ന് ഒരു മന്ത്ലി എക്സ്പയറിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഈ ഒരു ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ അവിടെ മേ ബി ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും, ഒരു ഹൈ സ്പ്രെഡ് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ലിപ്പേജ് കൊണ്ട് വേണ്ടി പല രീതിയിലുള്ള ചെറിയ ചാർജസ് കൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു വീക്കിലി എക്സ്പയറിയിൽ പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഈ ഒരു ടൈം ഡീക്കെ അല്ലേ, ടൈം ഡീക്കെ ഉണ്ട്. അതായത് വീക്കിലി വരുന്ന സമയത്ത് 5 ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ അത് എക്സ്പയർ ആയി പോകുന്ന സമയത്ത് തന്നെ ടൈം ഡീക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതും ഡെഫിനറ്റ്ലി അവിടെ എഫക്റ്റ് ചെയ്യും. ഓക്കെ. സോ മന്ത്ലി എക്സ്പയറി വരുന്ന സമയത്ത് നമുക്ക് പറയാം ഈ ഒരു മന്ത്ലി എക്സ്പയറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇനീഷ്യൽ വീക്ക് ഓക്കെ മേ ബി അവിടെ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും, വോളിയം മേ ബി കുറവായിരിക്കും. സോ അങ്ങനെയുള്ള സാധ്യതകൾ മുൻപിൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ പിന്നെ ഉള്ളത് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് പ്രീമിയം. ഓക്കെ, പ്രീമിയം എങ്ങനെയായിരിക്കും മൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളത്, ഇത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്കറിയാം വീക്കിലിയിൽ പ്രീമിയം അത്യാവശ്യം മൂവ്മെൻറ്റുകൾ നടത്താറുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഒരു തീറ്റ ഡേക്ക് ടൈം ഡേക്ക് എന്നുള്ളത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ എക്സ്പയർ ആവുന്ന കോൺട്രാക്റ്റുകളാണ്. ബട്ട് ഈ മന്ത്ലി എക്സ്പയറിലോട്ട് വരുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് വീക്കിലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തീറ്റ ഡേക്ക് കുറവായിരിക്കും. അത് കുറച്ചുകൂടി ഈവൻ ബയ്യേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ ബയ്യേഴ്സിനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. മേ ബി നമുക്കൊരു നവംബർ 20 ശേഷമാണ് അത് 20 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ ഒരു റൂള്. അപ്പോൾ അതിനുശേഷം നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം എങ്ങനെയായിരിക്കും മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. ദെൻ ഇവിടെ തീറ്റ ഡിക്ക് വളരെ സ്ലോ ആയിരിക്കും, റൈറ്റ്. പിന്നെ ഒരു അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട് അല്ലേ. ഗ്രീക്സ് മീൻസ് ഇപ്പം വീക്കിലി എക്സ്പയറിയിൽ ഗ്രീക്സിൻ്റെ ക്യാരക്ടറൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, വൊളാറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പം മെയിനായിട്ട് തീറ്റ ഡിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീറ്റ ദെൻ ഡെൽറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെൽറ്റയിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചധികം സ്റ്റഡി ചെയ്യേണ്ടി വരും. മുൻപ് വീക്കിലി ഉണ്ടായപോലുള്ള കാര്യങ്ങളായിരിക്കില്ല അതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത് ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൾപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഫസ്റ്റ് ഇൻഡെക്സ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. അപ്പം ഈ സ്കാൾപ്പിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കും. ബട്ട് മുൻപ് ഉണ്ടായ പോലെ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ തന്നെ ബൈ സെല്ലൊക്കെ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സ്ലിപ്പേജസ് ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം മേ ബി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ ഇത് ജസ്റ്റ് സാധ്യതകൾ മാത്രമാണ്, ബട്ട് മേ ബി ഉണ്ടാകാം. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ വീക്കിലിയിൽ മാറ്റിയിട്ട് മന്ത്ലി വരുന്ന സമയത്ത് ഉണ്ടാവും. ഓക്കെ. അപ്പം ഇത് ട്രേഡേഴ്സിന് ഇപ്പം നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഓക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഒരു പ്രോബ്ലം വരുന്നത്. പല ആൾക്കാരും ബാങ്ക് നിഫ്റ്റി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം NSE നിഫ്റ്റി ആണ് വീക്കിലി എക്സ്പയറി ആയിട്ട് ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ദെൻ BSE സെൻസെക്സ് ആണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ട്രേഡേഴ്സിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിഫ്റ്റി ആയിരിക്കില്ല, ഡെഫിനറ്റ്ലി സെൻസെക്സ് ആയിരിക്കും. കാരണം സെൻസെക്സ് ആണ് കുറച്ച് അത്യാവശ്യം മൂവ്മെൻറ്റുകൾ തരുന്നതും പ്രീമിയത്തിൽ നല്ല രീതിയിൽ വോളാറ്റിലിറ്റി ഉള്ളതും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ നിഫ്റ്റി മാറ്റി കൂടുതലും സെൻസെക്സിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് NSEക്ക് കുറച്ച് ഒരു അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. BSE ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. സോ റീസെൻ്റ്ലി ഇപ്പം എൻ്റെ ട്രേഡിംഗ് നോക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് കംപ്ലീറ്റ്ലി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. അപ്പം ഞാൻ മുൻപും ടെലഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NSE ബാങ്ക് നിഫ്റ്റി വീക്കിലി ഇൻഡെക്സ് ആക്കുന്നത് തന്നെയാണ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ ഐ ഹോപ്പ് മേ ബി നിഫ്റ്റിക്ക് പകരം ബാങ്ക് നിഫ്റ്റി തന്നെ NSE കൊണ്ടുവരട്ടെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെയാണ് ആ ഒരു എക്സ്ചേഞ്ചിൽ തന്നെയാണ് ബെനിഫിറ്റ്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സെൻസെക്സിലോട്ട് നിഫ്റ്റിനെക്കാട്ടി സംബന്ധിച്ചിട്ട് ഞാൻ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് റീസെൻ്റ്ലി അത്യാവശ്യം വോളാറ്റിലിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാനിപ്പം റീസെൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിഫ്റ്റിയാണ് വീക്കിലി എക്സ്പയറി എങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സെൻസെക്സിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്, ബാങ്ക് നിഫ്റ്റി ഇല്ലെങ്കിൽ. ഓക്കെ. ബാങ്ക് നിഫ്റ്റി വീക്കിലി എക്സ്പയറി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ട്രേഡുകളൊക്കെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതും സെൻസെക്സിൽ തന്നെയായിരിക്കും.
ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സോ NSEയിൽ നിഫ്റ്റിക്ക് പകരം ബാങ്ക് നിഫ്റ്റി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു കാര്യം, ഈ ഒരു കാര്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാതേക്കാം. ഓക്കെ, ലോഡ് സൈസിൻ്റെ കാര്യം. സോ ലോഡ് സൈസ് ഇവിടെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്, റൈറ്റ്. അപ്പം ലോഡ് സൈസ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ അത് ഈ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡേഴ്സിനെ ഡെഫിനറ്റ്ലി അഫക്റ്റ് ചെയ്യും. കാരണം അവർക്ക് പൊസിഷൻ സൈസിങ് ഇപ്പോൾ എടുക്കുന്ന റിസ്കിനെക്കാട്ടിയും ഡബിൾ റിസ്ക് എടുക്കേണ്ടി വരും ഓരോ ട്രേഡിലും, അല്ലേ. ചെറിയ ഒരു ലോട്ടൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം 15 ലോട്ട് സൈസ് എങ്കിൽ അവർ 100 രൂപ പോയിൻ്റാണ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ 1500 രൂപ പെർ ട്രേഡിൽ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് മാറ്റി 15 എന്നുള്ളത് 30 വരുന്ന സമയത്ത് അവരുടെ റിസ്ക് പെർ ട്രേഡിൽ നേരെ ഡബിൾ ആവും, 2x ആവും, 3000 ആവും. അപ്പം അത് പൊസിഷൻ സൈസിങ്ങും റിസ്ക് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് സ്മോൾ ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബട്ട് അത് നമുക്ക് എന്താണ്, എല്ലാവരും പഠിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പം ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, ബട്ട് ഇപ്പം ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ ഇതുപോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ കുറച്ച് സമയം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ നമ്മളതൊക്കെ മാനേജ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, മാർക്കറ്റിൽ ഇനിയും അപ്കമിങ് ഇയേഴ്സിൽ ഇനിയും ഇതുപോലുള്ള റെഗുലേഷൻസ്, സ്ട്രിക്റ്റ് റൂളുകൾ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഓക്കെ, അറ്റ് എ സെയിം ടൈമിൽ ഞാൻ മുൻപ് വേറൊരു കാര്യം പറഞ്ഞാണ്, ഞാൻ കഴിഞ്ഞ വർഷത്തിന് മുൻപ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ടാക്സിൻ്റെ കാര്യം. STCG ഉണ്ട്, അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, റൈറ്റ്, STCG ഉണ്ട്. അപ്പോൾ അത് ഞാൻ മുൻപ് കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷം ഇത് ഏകദേശം 20% ആയി, അല്ലേ. ഇനി അത് നെക്സ്റ്റ് വർഷവും ഡെഫിനറ്റ്ലി കൂടും. നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 4 ഇയറിനുള്ളിൽ 20 എന്നുള്ളത് 25% ആവും. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ സ്റ്റോക്കിൻ്റെ ഈ ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഇനിയും ഇതുപോലുള്ള റെഗുലേഷൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. സോ അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകും. സോ നമ്മളത് അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ.